ഹലോ എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റീവ്സിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ലൊരു ആർട്ടിസ്റ്റിൽ സാരി അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കുറേ പ്ലേറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാരിയുടെ എൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു നോട്ടിട്ടിട്ട് സാരി പൗട്ടായിട്ട് റൈറ്റ് ഭാഗത്തായിട്ട് ടക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആർട്ട് സിൽക്ക് സാരി എന്ന് പറയുന്നത് മറ്റ് സാരികൾ സ്റ്റഫ് പോലെയല്ല, കുറച്ച് ഒതുങ്ങാത്ത ഒരു ടൈപ്പ് സ്റ്റഫാണ് ആർട്ട് സിൽക്സിൻ്റെ. അപ്പോൾ സാരിയെ കൊടുക്കുന്നവർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാരി വാങ്ങിക്കുമ്പോൾ കുറച്ച് മടക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു അയൺ ബോക്സ് എടുത്തിട്ട് ഒന്ന് ആ മടക്കുകൾ നിവർത്തിയിട്ട് വേണം ഈ സാരി എടുത്ത് തുടങ്ങാനായിട്ട്. ചിലവരൊക്കെ ഇങ്ങനെ സാരി എടുത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക പ്ലീറ്റ്സൊക്കെ നല്ലപോലെ അയൺ ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുന്നേ തന്നെ ഒന്ന് അയണിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സാരി പ്ലീറ്റ്സ് എടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുറ്റുന്ന ലെഫ്റ്റ് ഷോൾഡറിലോട്ട് മുന്താണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ സാരി ഡ്രപ്പിംഗ് വീഡിയോയിൽ മാക്സിമം പ്ലീറ്റ്സ് ഇടുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിപ്പിൻ്റെ ഏരിയയാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹിപ്പിൻ്റെ ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് പോലെ വലിച്ച് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാക്സിമം മുന്താണി കിട്ടുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതിയാവും. ഇനി ഫ്രണ്ട് പ്ലേറ്റ്സിൻ്റെ കാര്യം പറയാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പ്ലേറ്റ്സിൽ ഏകദേശം ഒരു 4 ഇഞ്ച് മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ 3.5 ഇഞ്ച് അളവിലാണ്, ഏകദേശം ഒരു 3.5 ഇഞ്ച് അളവിലാണ് ഞാൻ ഇന്നത്തെ ഫ്രണ്ട് പ്ലേറ്റ്സ് എടുത്തേക്കുന്നതുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവും. അതുമാത്രമല്ല കൂടുതൽ പ്ലേറ്റ്സ് വേണം എന്നുള്ളവർക്കും ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആവും. ഇനി സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് സെറ്റ് ചെയ്യാൻ പോണത്. മാക്സിമം പ്ലീറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ പ്ലീറ്റ്സ് എടുത്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഇത്രയും പ്ലീറ്റ്സ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര പ്ലീറ്റ്സ് ആണ് നിങ്ങൾ മാക്സിമം എടുത്തിരിക്കുന്നത്? അതല്ലെങ്കിൽ ഒരു ഏകദേശം എത്ര മെഷർമെൻറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക? ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. തിരിച്ച് വീഡിയോയിലോട്ട് തന്നെ വരാം. എടുത്തിരുന്ന പ്ലീറ്റ്സൊക്കെ 1 by 1 ആയിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു സേഫ്റ്റി പിന്നും കൂടി സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഈ സെക്യൂർ ചെയ്തതിന് ശേഷം മേളിൽ തുടങ്ങി താഴെ വരെ 1 by 1 ആയിട്ട് നമ്മൾ ഒന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയണിംഗ് ബോക്സിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. കാര്യം സാരി ഉടുക്കുന്നതിന് മുമ്പ് തന്നെ അയണിംഗ് ബോക്സ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ മടക്കുകളും ചുളിവുകളൊക്കെ കളഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഞാൻ അയൺ ബോക്സ് ഉപയോഗിക്കുന്നില്ല. ഇനി ഈ നമ്മൾ പ്ലീറ്റ്സൊക്കെ കിട്ടിയേക്കുന്ന പ്ലീറ്റ്സ് ഒന്ന് നല്ലപോലെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യണത്. കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്യണത്. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് താഴെ വരെ ഒന്ന് ഓടിച്ച് കൊടുത്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പോലെയൊക്കെ തന്നെയാണ് വെച്ചാലും ഈ ഒരു ആർട്ട് സിൽക്ക് സാരി ഉടുക്കാനായിട്ട് കുറച്ച് സമയം കൂടുതൽ ആവശ്യമാണ്. കാരണം ഒതുക്കി ഉടുത്തില്ലെങ്കിൽ ഇത് കുറച്ച് പറന്ന് ഇരിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റഫാണ്. അപ്പോൾ ആർട്ട് സിൽക്ക് സാരി ഉടുക്കുന്ന താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു സാരി ഉടുക്കാൻ. ഈ ഒരു സാരി ഒതുക്കി ഉടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലുക്കായിരിക്കും. അപ്പോൾ സാരി തേക്കാതെ തന്നെ പ്ലേറ്റ്സ് നല്ലപോലെ ഒതുങ്ങിയിരിക്കുന്ന കണ്ടല്ലോ. ഇനി ഇതിന് ശേഷം ഈ ഒരു ഹിപ്പ് പ്ലേറ്റ്സ് ഉള്ളിലോട്ടാക്കിയിട്ട് 2 സേഫ്റ്റി പിന്നും നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 സേഫ്റ്റി പിന്നും നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് സാരി പ്ലീറ്റ്സ് എടുക്കുന്നതെങ്കിൽ നല്ല ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. കുറേ പ്ലീറ്റ്സ് ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സൊക്കെ ഒന്ന് കാണുന്ന രീതിയിലാക്കിയിട്ട് ഫ്രണ്ടിൽ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. ടക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നാവലിൽ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ടക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി ഹിപ്പ് പ്ലീറ്റ്സ് നോക്കാം. റൈറ്റ് ഭാഗം ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് ഹിപ്പ് പ്ലേറ്റിൻ്റെ അതായത് ലെഫ്റ്റിലെ ഹിപ്പ് പ്ലേറ്റിൽ നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം വരുന്ന ആ റെഡ് കളർ, ഇപ്പോൾ ഇതിനകത്ത് ഈ സാരിലാണെങ്കിൽ റെഡ് കളർ ഭാഗം വരിക. അതിങ്ങനെ റൈറ്റിലോട്ട് വലിച്ചിട്ട് നല്ലപോലെ പിരിച്ച് സാരി പാവാടയിലോട്ട് തന്നെ ടക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത ഭാഗം കൂടി ടക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹിപ്പിൻ്റെ ഏരിയയും സെറ്റായി, ഫ്രണ്ടിലെ പ്ലീറ്റ്സ് സെറ്റായി. ഈ ഒരു ഭാഗം ലൂസായിരിക്കും. അത് ഇതുപോലെ മുന്താണി പ്ലീറ്റ്സ് വലിക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി അപ്പോൾ മുന്താണി പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, സെയിം തന്നെയാണ് ഇപ്പോഴും പറയണത്. മുന്താണി പ്ലേറ്റ്സൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള എണ്ണത്തിൽ മുന്താണി പ്ലേറ്റ്സ് എടുക്കുക. 7, 9 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 പ്ലേറ്റ്സോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എടുത്തേക്കുന്ന പ്ലേറ്റ്സ് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ സാരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് വെച്ചാലും ഈ ഒരു സാരിക്ക് കുറച്ച് ഭാഗം ആണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഡിസ്റ്റർബായി പോകും. അതുകൊണ്ട് കുറച്ച് ഭാഗം നമുക്ക് മുന്താണി പ്ലീറ്റ്സിലോട്ട് അറേഞ്ച് ചെയ്തിട്ട് ലെഫ്റ്റ് ഷോൾഡറിൽ കുറച്ച് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പ്ലീറ്റ്സ് നല്ലപോലെ അറേഞ്ച് ചെയ്ത് കിട്ടുകയും ചെയ്യും, ഷേപ്പിലിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം. മുന്താണി പ്ലീറ്റ്സ് മാക്സിമം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന്
വലിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് വലിക്കുകയാണെങ്കിൽ ലെഫ്റ്റിൻ്റെ ഭാഗത്ത് നേരത്തെ ലൂസായിരുന്നല്ലോ ആ ലെഫ്റ്റിലെ ഹിപ്പ് പ്ലീറ്റ്സ് അതൊന്ന് ടൈറ്റ് ആവും. എന്നിട്ട് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പ്ലീറ്റ്സ് മറ്റു പ്ലീറ്റ്സിനേക്കാളും ചെറുതായിരിക്കണം, ആദ്യത്തെ പ്ലീറ്റ് കുറച്ച് വലുതായിരിക്കണം. അങ്ങനെയായിരിക്കണം നമ്മളെപ്പോഴും സാരിയുടെ മുന്താണി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്തതിന് ശേഷം ഇനി ലെഫ്റ്റ് ഭാഗത്തുള്ള ഹിപ്പ് പ്ലീറ്റ്സ് ഒന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ഭംഗിയായിട്ടുള്ള ഹിപ്പ് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മുന്താണി പ്ലീറ്റ്സ് നമ്മൾ എടുത്തതിന് ശേഷം ഈ ഹിപ്പ് പ്ലീറ്റ് ഒന്നും കൂടി ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മാറിപ്പോകുന്നില്ല കേട്ടോ, പ്ലീറ്റ്സ് ഒന്നും മാറിപ്പോകില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുന്താണിയാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. മുന്താണിയുടെ എത്ര പ്ലീറ്റ്സാണ് എടുത്തത് അത്രയും പ്ലീറ്റ്സ് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം താഴെ വരെ അതങ്ങനെ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടതിന് ശേഷം എല്ലാ പ്ലീറ്റ്സും കൂടി സെറ്റ് ചെയ്ത് പിടിച്ചിട്ട് താഴെ തുടങ്ങി മേളിലോട്ട് മടക്കി കൊണ്ടുപോകുക. അപ്പോൾ ഈ ഒരു സാരി അല്ല, ഏതൊരു സാരി ആയിക്കോട്ടെ, കോട്ടൺ സാരി ആയിക്കോട്ടെ, കോട്ടൺ സിൽക്ക് സാരി ആയിക്കോട്ടെ, പട്ട് സാരികളായിക്കോട്ടെ, ഏത് സാരികളാണെങ്കിലും ഇതുപോലെ പ്ലീറ്റ്സ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വിടുകയാണെങ്കിൽ പിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിൻ ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നീളവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാരി ഡ്രപ്പിംഗ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. നമുക്ക് അടുത്തൊരു സാരി ഡ്രപ്പിംഗ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ക്രിയേറ്റീവ്സിൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം. ഒത്തിരി സാരി ഡ്രപ്പിംഗ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.